ഒരു സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും ഇത്രയധികം തൊഴിൽ വിവേചനം അനുഭവപ്പെടുമ്പോൾ അതിൽ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. അവകാശ പോരാട്ടത്തിനായി നഴ്സുമാർ നടത്തിയത് വലിയ സമരം തന്നെയാണ്. അത് നമ്മൾ അതിന്റെ തുടക്കം കണ്ടത് 2011-ലാണ്. അന്നു മുതലുള്ള നഴ്സുമാരുടെ ആവശ്യങ്ങളും അവരുടെ സമരചരിത്രവും എങ്ങനെയാണ് എന്ന് ഒന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടത് ഉണ്ട്. നോക്കൂ, 2011-ലാണ് നഴ്സുമാർ സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് കടന്നത്. ഏറ്റവും വലിയ ഒരു സമരം എന്ന് തന്നെ നമുക്കതിനെ പറയാൻ സാധിക്കും. 2009-ലെ മിനിമം വേതന ഉത്തരവ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ സമരത്തിലേക്ക് അവർ കടന്നത്. 2011-ൽ, അതായത് ഈ ഉത്തരവ് വന്ന് 2 വർഷത്തിന് ശേഷമാണ് അവർ ആ സമരത്തിലേക്ക് കടന്നത്. ഡ്യൂട്ടി ബഹിഷ്കരണം, ആശുപത്രികൾക്ക് മുന്നിൽ ഉപരോധം, അങ്ങനെ വിവിധ സമര പരിപാടികളാണ് അന്ന് ആവിഷ്കരിച്ചത്. സർക്കാരും മാനേജ്മെന്റുകളും ഈ ആവശ്യം അംഗീകരിക്കുന്നതാണ് അന്ന് നമ്മൾ കണ്ടത്. അതായത് ഈ സമരം വിജയത്തിലേക്ക് എത്തുന്നതാണെന്ന് കണ്ടത് 2011-ൽ. അങ്ങനെ നഴ്സുമാരുടെ, സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം 6500 രൂപയാക്കി മാറ്റുകയും ചെയ്തു. അന്ന് അത് തുച്ഛമായ ശമ്പളമായിരുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. വീണ്ടും 2013-ൽ നഴ്സുമാർ വീണ്ടും സമരരംഗത്തേക്ക് എത്തുകയാണ്. 2 വർഷത്തിന് ശേഷം വീണ്ടും സമരരംഗത്തേക്ക് എത്തുകയാണ്. അന്ന് അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഴ്സുമാർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. മിനിമം ശമ്പളം 10,000-നും 13,500 രൂപയ്ക്കും ഇടയിലാക്കി ഈ സമരത്തിന് ശേഷം വേതന വർധനവുണ്ടായി. 2016-ൽ 20,000 രൂപയാക്കാമെന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ സർക്കാർ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അങ്ങനെ 2017-ൽ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നതാണ് കണ്ടത്. തുടർച്ചയായി 2 വർഷക്കാലമാണ് ഈ സമരം നടന്നത്. 1-2 വർഷങ്ങൾ വേണ്ടി വരുന്നു ഓരോ സമരം ഫലം കാണാനെന്ന് നമ്മൾ ഓർക്കണം. 2018-ലാണ് ഒടുവിൽ സമരക്കാരുടെ ആവശ്യം, 2 വർഷത്തിന് ശേഷമാണ് സമരക്കാരുടെ ആവശ്യം അംഗീകരിക്കുന്നത്. അങ്ങനെ അടിസ്ഥാന ശമ്പളം 2,000 രൂപയാക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ്. നോക്കൂ, 2018-ലാണ് അത്തരത്തിൽ സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ചത്. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കിയത്. ഇത്രയധികം വർഷമാകുന്നു, 8 വർഷമാകുന്നു. അപ്പോൾ 40,000 രൂപയാക്കണം വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നഴ്സുമാർ, സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. 22 വർഷമായി സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന രജിതയ്ക്ക് ലഭിക്കുന്ന ശമ്പളം 30,000 രൂപയാണ്. തുച്ഛമായ വേതനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് നഴ്സുമാർ ഓരോരുത്തരായി പറയുകയാണ്.